ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ 2 നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. തൊലി കറുത്ത് പോയിട്ടുള്ള നല്ല പഴുപ്പ് കൂടിയിട്ടുള്ള പഴം വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് 2 നേന്ത്രപ്പഴം കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര, 2 ഏലക്ക, 2 നുള്ള ഉപ്പ്, 2 നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. തുള്ളി പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. കട്ട കെട്ടാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ചൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറേശ്ശെ കൈ കൊണ്ട് എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. തിരിച്ചു മറിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു കളറായി വന്ന സമയത്ത് എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാതും എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.